ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം. സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. 6-7 പഴം എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് കുരു മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കാം. 1 കപ്പ് ശർക്കര ചീകിയെടുത്തതാണ്. ഇത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ അലിയിച്ചിട്ട് അരിച്ചു വേണം ചേർക്കാൻ. ഇനി ഈ പഴവും ശർക്കരയും കൂടെ നല്ലോണം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർക്കുകയാണ്. നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന റവ ചേർക്കുകയാണ്. വറുക്കാത്ത റവയാണിത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ റവ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്ത് ഇളക്കിയെടുക്കാം. എനിക്കിത് കറക്റ്റ് പരുവായിട്ട് കുഴച്ചെടുക്കാൻ പറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാവുന്നതാണ്, കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ. അതല്ലെങ്കിൽ ഒരു പഴം ഞെരടി ചേർത്താലും മതി. ഈ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ശർക്കരയുടെ മധുരം മാത്രം മതിയെങ്കിൽ ശർക്കര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ തിരുമിയതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് വഴനയിലയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ വഴനയില എന്നാണ് പറയുന്നത്. കുറച്ച് മണമുള്ള ഒരു ഇലയാണ്. ഇനി ഇത് ഇതുപോലെ കുമ്പിൾ കുത്തിയിട്ട് മാവ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ വെക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ അറ്റം എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് ഇതുപോലെ ക്ലോസ് ചെയ്യാം. ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. 20 തൊട്ട് 25 മിനിറ്റ് വരെ വേണ്ടി വരും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് നോക്കൂ, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.